വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. 4-ാമത്തെ ദൂതനൂതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. കരയിലും കടലിലും ആഘാതം ഉണ്ടാക്കിയതിനു ശേഷം 4-ാം കാഹളത്തിങ്കൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങൾക്കും ആഘാതമുണ്ടാകുന്നു. ഇതിന് പുറപ്പാടിലെ 9-ാമത്തെ ബാധയുമായി ബന്ധമുണ്ട്. പുറപ്പാട് 10:21. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്തെ സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. 10:22-23 വാക്യങ്ങൾ. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് ഇരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. ആമോസ് പ്രവചനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കും, പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. യോവേൽ പ്രവചനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. മാത്രമല്ല, ഈ 4-ാം കാഹളധ്വനിയിൽ സംഭവിച്ച അതേ സംഗതികൾ മുമ്പ് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ചതായി നാം മനസ്സിലാക്കിയതാണ്. കൂടാതെ ഇതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു മുൻകൂട്ടി പ്രസ്താവിച്ചിട്ടുണ്ട്. മത്തായി 24-29 വാക്യം. ആ വാക്യം വായിക്കുന്നു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും എന്നുള്ളതിൻ്റെ മൂലഭാഷയിൽ അത് ഉൽക്കകളാണ് എന്ന് മുമ്പ് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ടല്ലോ. വെളിപ്പാട് 8-12 അടിസ്ഥാനത്തിൽ രാവും പകലും 3-1 വെളിച്ചമില്ലാതെയായി. ഇവിടെ ബാഹിക ഗ്രഹണമാണ് നടക്കുന്നത്. 24 മണിക്കൂർ സമയം എന്നത് 16 മണിക്കൂറായി കുറയും. യെശയ്യാവ് 3:10, യെഹെസ്കേൽ 32:7-8 വാക്യങ്ങൾ, യോവേൽ 2:10, 3:15. ഈ വാക്യത്തിലെ 3-1 എന്ന പ്രയോഗം ഇത് പൂർണ്ണനാശമല്ല, ഭാഗിക ന്യായവിധിയാണ്. പ്രകാശത്തിൻ്റെ കുറവ് ദൈവവിധിയുടെ ഫലമായി ലോകം ഇരുണ്ടുപോകും. ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ ആത്മീക അർത്ഥം ദൈവത്തെയും ദൈവജനത്തെയും തള്ളിക്കളയുന്ന സമൂഹത്തിൽ ആത്മീയ ഇരുട്ട് വർദ്ധിക്കും. മാത്രമല്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ പോലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവരുടെ പ്രകാശം കുറയുമ്പോൾ മനുഷ്യൻ തൻ്റെ ബലഹീനത മനസ്സിലാക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചം മങ്ങാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടെ എല്ലാ കാലത്തും വെളിച്ചമായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. നാളത്തെ ക്ലാസ്സോടെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തോട് നമ്മൾ വിട പറയും. അതിനുശേഷം 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു സോ മച്ച്.